ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു. ശരിയാണ്, ഒരു ബോംബും നിരപരാധികളെ മാത്രം തേടിച്ചെല്ലില്ല. മാത്രമല്ല, നമ്മൾ ആകാശത്തുകൂടെയും മറ്റുമാണ് ആക്രമിക്കുന്നത്, മിസൈൽ വിടുന്നു, ബോംബിടുന്നു. അപ്പോൾ ആ പ്രദേശത്ത് ഇത് നിരപരാധികളെയും ബാധിക്കാം. അത് നമ്മുടെ ഗതികേടാണ്. കാരണം ഒരാൾ നിരപരാധിയാണോ അല്ലേ എന്ന് വർഷങ്ങൾ നീണ്ട വിചാരണയിലൂടെ തീരുമാനിക്കാൻ നമ്മുടെ അധികാര പരിധിയിൽ ഉള്ള ആൾക്കാരല്ല ഈ ഭീകരർ. അപ്പൊ അവര് നമ്മളുടെ പൗരന്മാരെ കൊല്ലുമ്പോഴും ആക്രമിക്കുമ്പോഴും അതിങ്ങനെ നോക്കി നിൽക്കാനും കഴിയില്ല. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ശരി ചെയ്യാൻ കഴിയണമെന്നില്ല. ചില തെറ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ഗതികേടാണ്. നമ്മുടെ മുന്നിൽ മറ്റു വഴികളില്ല. ശരികൾ ചെയ്യുക എന്നുള്ളതും ഒരു ആഡംബരമാണ്. അത് എല്ലാവർക്കും ആ ആഡംബരം കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ? അതൊരു മതപരമായ ഒരു വാക്കല്ലേ എന്ന് ചോദിക്കാം. അതിനുള്ള ഉത്തരം മരണ വീട്ടിൽ യുക്തിവാദം പറയരുത് എന്നുള്ളതാണ്. മാത്രമല്ല, 25 സ്ത്രീകൾ അവർ വിശ്വാസികളാണ്. അപ്പോൾ അവരെ നമ്മൾക്ക് ആശ്വസിപ്പിക്കണം. അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ സിന്ദൂരം നഷ്ടപ്പെടും. ഭർത്താവില്ലെങ്കിൽ സിന്ദൂരം ധരിക്കാൻ പാടില്ല എന്നുള്ളൊരു അന്ധവിശ്വാസം ഹിന്ദു സ്ത്രീകൾക്കുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്. അപ്പോൾ പിന്നെ വിശ്വാസികൾ കൂടുതലായ ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ആ പേര് എന്തുകൊണ്ടും ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം അതൊരു ഭീകര രാഷ്ട്രമാണ്. ഈ കാണുന്ന ചിത്രം അമേരിക്കൻ പ്രസിഡന്റ് റീഗനാണെന്ന് തോന്നുന്നു. അഫ്ഗാൻ മുജാഹിദികളുമായിട്ട് ഓവൽ ഓഫീസിൽ, അതായത് അമേരിക്കയിലെ ഔദ്യോഗിക വസതിയിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത്. 1979 സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കാർമ്മികത്വത്തിൽ സൗദിയുടെ ആശയപരമായ പിന്തുണയോടുകൂടി, സാമ്പത്തികപരമായ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രം ഒരുപാട് ഭീകരവാദികൾ ഉണ്ടാക്കി വിട്ടു. അന്ന് മുതലാണ് ഇത് ചരിത്രമാണ്. നിങ്ങൾക്ക് ഓപ്പറേഷൻ സൈക്ലോൺ എന്ന് ഗൂഗിൾ അടിക്കാം, അപ്പോൾ വിക്കിപീഡിയ കിട്ടും. അതിൽ ISI ഉണ്ട്, സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി CIA ഉണ്ട്, സൗദി ഇന്റലിജൻസ് ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഇസ്ലാമിക ഭീകരവാദികളെ സൃഷ്ടിച്ചത്. അപ്പോൾ അമേരിക്കയുടെ അടിമകളാണ് സൗദിയും പാകിസ്ഥാനും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടെന്താ, സൗദിക്കാർക്ക് സ്വാതന്ത്ര്യമില്ല. അവരുടെ പെട്രോ ഡോളർ അമേരിക്കൻ ട്രഷറികളിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ പണം അമേരിക്ക ഇങ്ങനെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. അവരുടെ കൂടെ പാകിസ്ഥാനും കൂടി. അതുകൊണ്ട് അമേരിക്ക പറയുന്ന സകല വൃത്തികേടുകളും ചെയ്യുന്ന ഒരു തെമ്മാടി രാഷ്ട്രമായിട്ട്, ഒരു ഗുണ്ടയായിട്ട് അധപ്പതിച്ചു. വീട്ടിൽ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. ഒരു ഗുണ്ടയുടെ വീട്ടിൽ എങ്ങനെ ആയിരിക്കുമോ അതേ ഒരു അവസ്ഥയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ ക്രിസ്ത്യൻ ഭീകര രാഷ്ട്രമായ അമേരിക്കക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ട്രംപ് പറയുന്നത് ഇതിനെ നാണക്കേട് എന്നാണ്. നാണക്കേട് എന്ന് എന്താ നാണക്കേട്? അവനവൻ്റെ രാജ്യത്ത് വന്നിട്ട് ഭീകരവാദികൾ നിരപരാധികളെ കൊന്നാൽ വെറുതെ ഇരിക്കണം എന്നാണോ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്? പിന്നെ പറയാനുള്ളത്, പാകിസ്ഥാനിൽ ഭീകര ആക്രമിച്ചപ്പോൾ അത് ഇവിടുത്തെ സുഡാപ്പികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സുഡാപ്പികൾ മയ്യത്ത് ജിഹാദികൾക്ക് വേണ്ടി നിസ്കരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന രാജ്യദ്രോഹികളായ മലങ്ങൾ ഒരുപാട് പേരെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ജനൻ TVയുടെ അനിൽ നമ്പ്യാർ, അങ്ങനെ ഒരുപാട് സംഖ്യകളോട് ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇന്ത്യൻ മിലിറ്ററി അവർ വാങ്ങിക്കുന്ന ശമ്പളത്തിൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും വിയർപ്പുണ്ട്, അവൻ്റെ നികുതി പണമുണ്ട്. നിങ്ങൾ വിളിക്കുന്ന സുഡാപ്പിയും പെടും, എല്ലാവരും പെടും. ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം, അതിലും ഓരോ ഇന്ത്യക്കാരൻ്റെയും വിയർപ്പുണ്ട്, ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരനും. അതിൽ നിങ്ങൾ സുഡാപ്പികൾ എന്ന് പറയുന്ന ആൾക്കാരും ഉൾപ്പെടും. അപ്പോൾ പാകിസ്ഥാനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്കാർ തമ്മിൽ പരസ്പരം ചെളിവാരി എറിയുക എന്നുള്ളത്. എന്തായാലും അതിന് ഞാൻ നിന്നു തരില്ല. ഞാനതിനെ ശക്തമായിട്ട് എതിർക്കും. സംഘികളെയും സുഡാപ്പികളെയും നമ്മൾ എതിർക്കണം. രാജ്യസ്നേഹം എന്ന് പറയുന്നത് BJP ഭരിക്കുമ്പോൾ മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല. അത് നമ്മുടെ നാട്ടിലെ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ അത് ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെ ആവണം. അപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കണം എന്നുള്ളത് ഒരു കടമയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനർത്ഥം മറ്റുള്ള കുട്ടികളൊക്കെ പട്ടിണി കിടന്ന് മരിക്കണം എന്നല്ല. അവർ ആ കുടുംബത്തിലുള്ള ആൾക്കാരും അവരുടെ കുട്ടികൾക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അധികാര പരിധിയിൽ നമുക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാവരുടെ കാര്യവും ഏറ്റെടുക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യ ആക്രമിക്കപ്പെടുമ്പോൾ തിരിച്ചടിക്കേണ്ടി വരും. അപ്പോൾ അതിനെ മതപരമായിട്ട് കാണുന്നത് തെറ്റാണ്. അപ്പം അങ്ങനെയുള്ളവന്മാരെ നമ്മൾ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തണം. അങ്ങനെയുള്ള ഭീകരന്മാരെ, രാജ്യദ്രോഹികളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. പാകിസ്ഥാൻ ഇനി തിരിച്ചടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവരുടേതായ രീതിയിൽ അവരുടെ പൗരന്മാരെ സന്തോഷിപ്പിക്കുന്ന വാർത്തകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രതികാര ബുദ്ധി ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനി അഥവാ ഉണ്ടായാൽ അവർ ബോംബിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ നിങ്ങൾ പറയുന്ന സുഡാപ്പിയും സംഖ്യകളൊക്കെ ചാവും. ബോംബിനങ്ങനെ വർഗീയതൊന്നുമില്ല. അപ്പം അതും കൂടി മനസ്സിലാക്കുക. തമ്മിൽ തല്ലാതെ, രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, പരസ്പരം വെറുക്കാതെ, ബിസിനസ് ചെയ്തും സഹകരിച്ചും കല്യാണം കഴിച്ചും
സ്വസ്ഥമായിട്ട് ജീവിക്കുക. വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടന്നാൽ അത് അവനവന് തന്നെയാണ് കുഴപ്പം. അപ്പോൾ ഈ രാജ്യം യുദ്ധ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വായിൽ നല്ല തെറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം. അപ്പം ശരി.